2022-23 ഫൈനാൻഷ്യൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ മാസം സെപ്റ്റംബർ വരെ ഏകദേശം 2145 കോടിയുടെ UPI സ്കാമാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. ഇതിനെ എക്സാക്ട്ലി കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2022-23 വർഷത്തിലെ ഏകദേശം 573 കോടി, 2023-24 ഫൈനാൻഷ്യൽ ഇയറിൽ 1087 കോടി, ഈ വർഷം 2024 സെപ്റ്റംബർ വരെ മാത്രം ഏകദേശം 485 കോടിയുടെ സ്കാമാണ് മൊത്തത്തിൽ നമ്മൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്കുകൾ, നമ്മൾ അറിയാതെ തൊട്ടുപോകുന്ന ചില ലിങ്കുകളും, നമ്മൾ അശ്രദ്ധ കാരണം പോയി പോകുന്ന ചെറിയ ചെറിയ എമൗണ്ടുകളാണ് നമ്മൾ ഈ കാണുന്ന വലിയൊരു ഹ്യൂജ് എമൗണ്ടിലേക്ക് മാറിയിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വലിയൊരു മാഫിയ എന്ന UPI സ്കാം ത്രൂ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇതിന് ബാക്കിലുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ അറിവില്ലാത്തതിനെ കൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഒരു 3 UPI സ്കാംസ് ഏതൊക്കെയാണ് നമ്മൾ കോമൺലി നടക്കുന്ന ഒരു 3 UPI സ്കാംസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ 3 UPI സ്കാംസ് എന്താണെന്നും ഇതെങ്ങനെയാണെന്ന് നടക്കുന്നതെന്നും ചെറിയൊരു സ്റ്റോറി ത്രൂവായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന് ശേഷം അത് എങ്ങനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ എന്നുള്ളതും ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഇത് നിങ്ങളുടെ ഫാമിലീസിന് എല്ലാവർക്കും അയച്ചു കൊടുക്കും ഈ വീഡിയോ കണ്ടതിന് ശേഷം. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ. എൻ്റെ ഒരു കസിൻ ഉണ്ട്, അനു എന്നാണ് പേര്, അനസ് അസ്ലം എന്നാണ് പേര്, ഞങ്ങൾ അനു എന്നാണ് വിളിക്കാം. ഇവന് ഒരു ലോല ഹൃദയനാണ്. ഇവൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എന്തെങ്കിലും ആരെങ്കിലും സങ്കടം പറഞ്ഞാൽ വേഗം എനിക്ക് എന്താവും മനസ്സലിഞ്ഞു പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പെട്ടെന്ന് അവൻ്റെ മെസ്സേജിലേക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ഒരു മെസ്സേജ് വരാണ്, ഒരു 12,000 രൂപ അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അവിടെ നോട്ടിഫിക്കേഷൻ വരാണ്. പെട്ടെന്ന് അവൻ എടുത്ത് നോക്കുമ്പോൾ ഒരു 12,000 ക്രെഡിറ്റ് ആയിട്ടുണ്ടല്ലോ. ആ സ്പോട്ടിൽ തന്നെ എന്താക്കും, എനിക്കൊരു കോളും വരും. ഹലോ, എൻ്റെ പേര് ഇതാണ്, എനിക്ക് എമൗണ്ട് മാറിപ്പോയി, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറി പോയിട്ടുണ്ട്, എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലാണ്, ഒരു എമർജൻസി ആയിട്ട് നിൽക്കുകയാണ്, ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, ഇപ്പോൾ ക്യാഷ് എന്തായാലും അടയ്ക്കണം, എന്നാലും മരുന്ന് കിട്ടുള്ളൂ, അറിയാണ്ട് അയച്ചു പോയതാണ്, ഒന്ന് പെട്ടെന്ന് റീഫണ്ട് ചെയ്തിട്ടോ, എൻ്റെ നമ്പർ അയക്കുന്നത് പെട്ടെന്ന് അയക്കും എന്നുള്ള പറയും. അപ്പോൾ ഹോസ്പിറ്റലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ പിന്നെ ആകെ പ്രഷറായിട്ട് ഉണ്ടാക്കും, നീ കുടുങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കും ആ നമ്പറിലേക്ക് 14,000 അയച്ചു കൊടുക്കും. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഫ്രോഡ് നടത്താൻ വേണ്ടി ഉദ്ദേശിച്ച വ്യക്തി എന്താ യൂസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് ഫേക്ക് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കും, നമ്മൾ നമ്പറിലേക്ക് അയക്കും. ആ സ്പോട്ടിൽ തന്നെ എന്താക്കും, നമ്മുടെ നമ്പറിലേക്ക് ഒരു കോൾ ചെയ്തിട്ട് ഇവർ പറയും എമർജൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലി നമ്മളെ ഡൗൺ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും റീസൺസ് പറഞ്ഞിട്ട് ആ എമൗണ്ട് നമ്മളിലേക്ക് അയപ്പിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതെത്തുന്നപ്പോൾ എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ അപ്പോൾ എന്നൊക്കെ തോന്നും. പക്ഷേ ഒരുപാട് കോടികൾ ഈ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ഇമോഷണലി ആൾക്കാരെ തളർത്തിക്കൊണ്ട് ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ നമുക്കിത് കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്കൊന്ന് ആലോചിച്ചാൽ പോലെ എന്നൊക്കെ തോന്നും. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് പെട്ടെന്ന് ഇമോഷണലി ഇങ്ങനെ പറയുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് അയച്ചു കൊടുത്തു പോകും. അപ്പോൾ നിങ്ങൾ ആകെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന് ഇതേപോലെ ഒരു കോൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളെ മെസ്സേജ് അല്ല, നിങ്ങളെ ബാങ്ക് അക്കൗണ്ടാണ്. നിങ്ങളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഒരു എമൗണ്ട് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ള എന്താക്കുക കറക്റ്റ് നിങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം റീഫണ്ട് ചെയ്തതിനെ പറ്റിയിട്ട് എന്താക്കുക കാര്യങ്ങൾ നോക്കുക. നിങ്ങളെ ബാങ്കിലേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് നിങ്ങൾ ആക്ച്വലി ചെയ്യുക. എല്ലാവരും നോട്ടിഫിക്കേഷൻ കണ്ടതുകൊണ്ട് മാത്രം എന്താക്കരുത്, ഒരിക്കലും നിങ്ങൾ റീഫണ്ട് ചെയ്ത് കൊടുക്കരുത്. എനിക്ക് എൻ്റെ ഏറ്റവും ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത് 4 ആൾക്കാരാണ്. ഈ 4 ആൾക്കാരാണ് എൻ്റെ കസിൻസും. അതിൽപ്പെട്ട ഒരാളാണിത് ഈ അനു എന്ന് പറയുന്നത്. ഇതിൽ വേറൊരു വ്യക്തിയുണ്ട്, സൽമാൻ പാരിസ്, നമ്മൾ പാരിസ്ക എന്ന് വിളിക്കാം. മൂപ്പര് എല്ലാ മാസവും എന്താക്കുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമൊക്കെ കാണുന്നൊരു വ്യക്തിയാണ്. ഇതേപോലെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്, നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് എല്ലാ മാസവും കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇനിയുള്ള എല്ലാ മാസം മുതൽ എന്താക്കിക്കോ നെറ്റ്ഫ്ലിക്സിൻ്റെ ഓട്ടോ പേ നിങ്ങൾ ഓണാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ എന്താക്കേണ്ട ആവശ്യമില്ല, എല്ലാ മാസവും അങ്ങനെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അക്കൗണ്ടിൽ ഡയറക്റ്റ് എന്താ ക്രെഡിറ്റ് ആയിക്കോളൂ, നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറില്ല എന്നുള്ള പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരികയാണ്. അങ്ങനെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ എന്താണ്, ഫ്രം നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ കാണുന്നുണ്ട്. അതായത് സെൻറ്ററിൻ്റെ പേരിൻ്റെ അവിടെ നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ എന്ത് വിചാരിച്ച് ജനുവരാണെന്ന് വിചാരിച്ചിട്ട് നേരെ എന്താക്കി മുപ്പര ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ഓപ്പണായി വന്ന ഇൻ്റർഫേസും ഏകദേശം നെറ്റ്ഫ്ലിക്സിൻ്റെ ഒക്കെ ഇൻ്റർഫേസാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വന്ന സമയത്ത് മൂപ്പർ എന്താക്കി ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് ഓട്ടോ പേ എന്താക്കി ഓണാക്കി വെച്ച്. അങ്ങനെ ആദ്യം മാസത്തെ പൈസ പോയപ്പോഴാണ് പാരിസ്കാർക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് വേറെ ഏതോ വ്യക്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ ഒരു ഓട്ടോ പേ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പാരിസ്കാരൻ്റെ അക്കൗണ്ടിൽ നിന്ന് നേരെ പൈസ പോയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സിൻ്റെ ബാങ്കിലേക്കല്ല, വേറെ ഏതോ ബാങ്കിലേക്കാണ്. ബൂം, പോയില്ലേ. ഇതാണ് എന്ത് മക്കളെ UPI സ്കാമിൽ രണ്ടാമത് വരുന്നത്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ഓട്ടോ പേ നിങ്ങൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, അതിൻ്റെ ഒഫീഷ്യൽ ആപ്പിലോ ഒഫീഷ്യൽ സൈറ്റിലോ കയറിയതിന് ശേഷം അത് ത്രൂ നിങ്ങൾ എന്താക്കുക, ഓട്ടോ പേ എനേബിൾ ചെയ്യുക. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം തന്നെ നിങ്ങൾ എല്ലാ ഓട്ടോ പേയും കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കറക്റ്റ് ആ ബാങ്കിലേക്ക് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ആ സൈറ്റിലേക്ക് എന്താണോ പോകുന്നത് എന്നുള്ളത് കറക്റ്റ് നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലോസ് റിലേറ്റീവായിട്ട് 4 കസിൻസ് 4 ഫ്രണ്ട്സാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ 2 ആൾക്കാർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് മൂന്നാമത്തെ ഒരാളുണ്ട്, നിഹാൽ എന്ന പേര്, നമ്മൾ കുട്ടു എന്നാണ് വിളിക്കുക. ആൾ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്.
അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ബാംഗ്ലൂർ പഠിക്കാൻ പോയുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. സാധാരണ ഒരു സെറ്റപ്പ് വീട്ടിൽ ചില നേരത്തെ ഫുഡൊക്കെ സ്കിപ്പ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ പാർട്ട് ടൈം ജോബിനൊക്കെ പോയി നല്ല സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ബാംഗ്ലൂരിൽ പഠിക്കുന്നത്. ആ ഒരു സ്ട്രഗിളിങ്ങിൻ്റെ സമയത്താണ് ഇവർക്ക് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വരുന്നത്, ഒരു 12,000 റുപ്യൻ്റെ അൺക്ലെയിംഡ് ക്യാഷ് ബാക്ക് നിങ്ങളെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. ആ സ്പോട്ടിൽ എന്തായിരിക്കും എന്തുണ്ടാവും, നിങ്ങൾക്ക് ഒരു കോൾ വരും, ഞാൻ XYZ പറഞ്ഞ ബാങ്കിൽ നിന്നാണ്, നിങ്ങൾക്ക് ഒരു അൺക്ലെയിംഡ് ആയിട്ടുള്ള 12,000 രൂപ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ടിലേക്ക് ആ ഒരു എമൗണ്ട് കയറും. ചെറിയൊരു പ്രശ്നമുണ്ട്, നമ്മളെ സെർവർ ഈ ഒരു വരുന്ന 2 മണിക്കൂറുള്ള ഫുൾ അപ്ഡേറ്റ് ആകുമ്പോഴാണ്. അപ്പോൾ അൺക്ലെയിംഡ് ആയി കിടക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ റിഫ്രഷ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ വിളിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാം. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. അങ്ങനെയൊക്കെ സമയത്താണ് അവർ ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും കിട്ടും. അപ്പോൾ അവർ പറഞ്ഞു ഒന്നുമില്ല, നിങ്ങൾക്കൊരു ലിങ്ക് അയച്ചിട്ടും അതിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് കയറിക്കുമെന്ന് പറയും. അപ്പോൾ ബാംഗ്ലൂരിൽ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഇവൻ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മണ്ടനായിട്ടുള്ള ഈ കുട്ടും എന്താക്കും, നേരെ അതിൽ കയറി ഡീറ്റെയിൽസ് അടിച്ചൊരു കുട്ടും പോയി. ഇങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങൾ ത്രൂ ആണ് എന്താക്കുന്നത് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പൈസകൾ പോകുന്നത്. ഈ മൂന്നാമത്തെ സ്കാമിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, എല്ലാ ബാങ്കിൽ നിന്നും ഒഫീഷ്യലി അവർ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വിളിച്ചിട്ട് ഒരു കാരണവശാലും ആരും UPI പിന്നോ നിങ്ങളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കില്ല എന്ന് അവരെ ഓൾറെഡി പറയുന്ന കാര്യമാണ്. ഇത് നിങ്ങൾ ആലോചിക്കും, നിങ്ങളെ ബാങ്കിൽ നിന്ന് ഏതെങ്കിലും ആണെന്ന് പറഞ്ഞിട്ട് ആരും വിളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് വെരിഫൈ ചെയ്യുക, അത് ബാങ്കിൽ നിന്ന് തന്നെ ആണെന്നുള്ളതൊക്കെ കറക്റ്റ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഉണ്ടാക്കുക നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളെ പൈസ നിങ്ങൾക്ക് സേഫ് ആയിട്ട് വെക്കാൻ പറ്റും. എടാ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് ടാർഗറ്റും ഇൻസെൻറ്റീവും മന്ത്ലി ടാർഗറ്റ് വീക്ക്ലി ടാർഗറ്റ് ബോണസ് അത് ഇതൊക്കെ കൊടുത്തിട്ട് ഒരു വലിയ ടീം തന്നെ നമ്മളെ സ്കാം നടത്താൻ വേണ്ടി ഇതിന് ബാക്കിലുണ്ട്. ഇതിപ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് സ്കാം എന്ന് ഏറ്റവും കോമൺ ആയിട്ട് നടക്കുന്ന 3 സ്കാമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത്ര ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ നമുക്ക് നമ്മളെ പൈസ ലാഭിക്കാൻ പറ്റും. ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്, അത് മറ്റുള്ള ആൾക്കാർക്ക് വെറുതെ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഇനി അഥവാ നിങ്ങൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പൈസ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1930 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിക്കുക. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലെ നമ്പറാണ്. ഇതിലേക്ക് വിളിച്ച് നിങ്ങളെ കാര്യങ്ങൾ പറയാം, അതിനുള്ള സൊല്യൂഷൻസ് അവർ തരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇനിയുള്ള ഫ്യൂച്ചറിലേക്ക് ഡിജിറ്റലി ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാ കാര്യങ്ങളും ഡിജിറ്റലി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിന് എസ്പെഷ്യലി നിങ്ങളെ പാരൻസിന് എല്ലാവർക്കും ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എന്താക്കുക ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാത്തവരെ ബൈ.